ഹായ് എവ്രി വൺ. കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. കുടുംബത്തിലൊരു മരണം, പിന്നെ അർജുനായുള്ള കാത്തിരിപ്പ്, ഇപ്പോൾ ഇത് വയനാട്ടിലെ ദുരന്തവും. വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് ആ നഷ്ടത്തെ അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. എങ്കിലും അവർക്കതിനാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇത് കെ.ആർ. മീരയുടെ ഘാതകൻ എന്ന പുസ്തകമാണ്. വലിയൊരു നോവലാണ്. ഒരാഴ്ച കഴിഞ്ഞത് ഓർഡർ ചെയ്തിട്ട് ഇന്നലെയാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് ഞാൻ വായിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ വായിച്ചു തീർത്ത അവരുടെ പുസ്തകങ്ങളാണ്. ഞാനിന്ന് ഈ പുസ്തകങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല, അവരെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അവരെക്കുറിച്ചല്ല, അവരുടെ എഴുത്തിനെക്കുറിച്ച്. കെ.ആർ. മീര എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളാണ്. അവരുടെ പുസ്തകങ്ങളെല്ലാം ഞാൻ കാത്തിരുന്ന് വായിക്കാറുണ്ട്. അവരെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല, എങ്കിലും ഒരു വായനക്കാരി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. അവരുടെ കഥകൾ, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അവർ യൂസ് ചെയ്യുന്ന സാഹിത്യ ഭാഷ എല്ലാം വളരെയേറെ ആകർഷണീയവും അതിലേറെ അത്ഭുതവുമാണ്. എങ്ങനെ ഇത്രയേറെ മനോഹരമായി കഥാസന്ദർഭങ്ങളെ അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളെ അവതരിപ്പിക്കാനാവുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നാം കഥയിലൂടെ സഞ്ചരിക്കുന്നതിനോടൊപ്പം കഥയെഴുത്തുകാരിയെ സ്മരിക്കുമെന്നുറപ്പ്. അത്രയേറെ മനോഹരമായ സാഹിത്യരചനയാണ് ഓരോ കഥകളും ഉൾക്കൊള്ളുന്നത്. നോവലിലെ പല ഭാഗങ്ങളും ഒന്നല്ല രണ്ടല്ല അതിലേറെ തവണ ഞാൻ വായിച്ച് ആസ്വദിക്കാറുണ്ട്. അവർ നമുക്കായി തുറന്നു തരുന്ന സാഹിത്യരീതി, സാഹിത്യശൈലി മലയാളത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് വരും തലമുറയ്ക്ക് ഒരു പഠനമാണ്. ഒരു എഴുത്തുകാരി എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഉള്ളവരായിരിക്കണമെന്നാണല്ലോ. അതെ, അവർ വെറുതെ കഥകൾ പറയുക മാത്രമല്ല, ഓരോ എഴുത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഓരോ അംശങ്ങൾ ഉൾക്കൊള്ളുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ കഥകളും നമ്മെ ചിന്തിപ്പിക്കാറുണ്ട്, നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, നമ്മുടെ മനസ്സും കണ്ണും തുറപ്പിക്കാറുണ്ട്, അങ്ങനെ പലതും. അവരുടെ പുസ്തകങ്ങൾ ആദ്യമായി വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. എങ്കിലും വിട്ടുകൊടുക്കരുത്. 1ഉം 2ഉം വട്ടമൊക്കെ വായിക്കുക. പിന്നെ ആ എഴുത്തിനോട് നിങ്ങൾക്ക് പ്രണയമായിരിക്കും. 2 വർഷം മുന്നേ ഇവിടെ ബാംഗ്ലൂരിൽ വലിയൊരു മഴ പെയ്തു. അന്ന് ഞങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങിയിട്ടില്ല. ഒരു 3 നില വീട്ടിലെ താഴത്തെ നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. മഴ പെയ്തു വെള്ളം വീടിൻ്റെ പടിവരെ എത്തി നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തിൻ്റെ കോമ്പൗണ്ട് വാൾ പൊട്ടി താഴെ വീണത്. ആ ഫോഴ്സിൽ വെള്ളം വീട്ടിലേക്ക് തള്ളിക്കയറി. ഹാളിൽ വെച്ചിരുന്ന ബുക്ക് ഷെൽഫിലും വെള്ളം കയറി. താഴെ വെച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം നനഞ്ഞു നാശായി. ഞാൻ ഈ പുസ്തകങ്ങളിലെ പൂപ്പല് പിടിച്ച കറുത്ത പാടുകളെ ഓർത്തെടുക്കുകയായിരുന്നു. എനിക്ക് ഈ പാടുകൾ വലിയ സങ്കടമായിരുന്നു. നമ്മുടെ വലിയ സങ്കടങ്ങൾ ഒന്നുമല്ലാതായി തീരുന്നത് അതിനേക്കാൾ വലിയ സങ്കടക്കടലിൽ വീണ് നനഞ്ഞു നിൽക്കുന്നവരെ കാണുമ്പോഴാണ്, അല്ലേ? വായന ബുദ്ധിപരമായും മാനസികമായും നമ്മെ വളർത്തും. നമ്മളിൽ ഒരു മിതത്വം കൈവരിക്കാൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും വായിക്കുവിൻ, വളരുവിൻ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം റോസ്ന. ലവ് യു ആൾ. ബൈ.